2 വയസ്സ് മാത്രം പ്രായമുള്ള ത്രയംബകെന്ന പൊന്നുപോലും വേദന സഹിക്കാൻ സാധിക്കാതെ കരഞ്ഞ് നിലവിളിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ഈ പൊന്നുമോന് മരണപ്പെട്ടു പോകും. കണ്ടു നിൽക്കാൻ സാധിക്കണില്ല. ഞങ്ങക്ക് 35 ലക്ഷം രൂപ കിട്ടിയിട്ട് വേണം അവന്റെ സർജറി നടത്തണം. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവന്റെ ചികിത്സ തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാവരും ഞങ്ങളുടെ മോന് വേണ്ടി എന്തെങ്കിലും തന്ന് സഹായിക്കണം. മക്കളുള്ള ഒരു മാതാപിതാക്കൾക്കും ഈ ഒരു കുഞ്ഞിന്റെ സങ്കടം കാണാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടുകൂടി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഈ പിഞ്ചു പൈതല് തേങ്ങി തേങ്ങി കരയുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ ജീവന് തന്നെ അപായം സംഭവിക്കാനുള്ള സാധ്യതയേറെയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണം. കുഞ്ഞിന്റെ പിതാവ് തന്നെയാണ് ലിവർ നൽകുന്നത്. പൈസ ഇല്ലാത്തതിന്റെ പേരിലാണ് സർജറി നീണ്ടു പോകുന്നത്. എത്രയും പെട്ടെന്ന് സർജറി നടന്നില്ലെങ്കിൽ കൂടുതൽ ആരോഗ്യനില വശമായി കുഞ്ഞിന്റെ ജീവന് തന്നെ അപായം സംഭവിക്കാനുള്ള സാധ്യതയേറെയാണെന്ന് പറഞ്ഞപ്പോ ഈ കുടുംബത്തിന്റെ വളരെ വേദനാർഹമായ സങ്കടകരമായ ഒരു സാഹചര്യം കണ്ടതുകൊണ്ടാണ് വളരെ എമർജൻസിയായി ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ കുഞ്ഞു വാവയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്ന് വളരെ വേദനയോടുകൂടി വളരെ സങ്കടത്തോടുകൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവർ, ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈ റിലേ ഹോസ്പിറ്റലില് തൃശൂർ ജില്ലയിലെ കൊടകര പൂർക്കട പഞ്ചായത്തിൽ ത്രയംബക് എന്ന് പറയുന്ന 2 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന് ലിവർ രോഗം ബാധിച്ച് വല്ലാത്തൊരു ദയനീയമായ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ്. എത്രയും പെട്ടെന്ന് ലിവർ മാറ്റിവെച്ചില്ലെങ്കിൽ ഈ കുഞ്ഞ് ചിലപ്പോൾ മരണത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയേറെയാണ്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഈ കുഞ്ഞിന്റെ മാതാവായ സഹോദരി പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പൊന്നു മോനാണ്. ഈ പൊന്നു മോനെ ഇല്ലാത്ത ഈ ലോകത്ത് ഞങ്ങൾ ആരും ജീവിച്ചിരിക്കില്ല. ഞങ്ങളുടെ പൊന്നു മോനെ ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ എന്റെ പൊന്നു മോനെ മരണത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ അതീവ ദയനീയമായ സങ്കടകര